കോട്ടൺ നൈറ്റിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് പറ്റൂല അത്. പിന്നെ അമ്മ എത്ര മീറ്റർ തുണിയാ എടുക്കാറ് നൈറ്റി? ബാക്കിലൊക്കെ ഒരു ബലം കിട്ടും, നൈറ്റിയുടെ ആ ഭാഗം മുഴുവൻ ഫെയ്ഡ് ആവും. അങ്ങനെ വരാതിരിക്കാനാണ്. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ ഇഷ്ടങ്ങളല്ലോ. അതിന്റെ പിന്നിലുള്ള പണി എന്തായിരുന്നു? ഗ്രാമത്തിൻ്റെതായ തനതായ രീതിയിൽ നമ്മളത് കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. മണത്ത് നോക്കിക്കേ. മണത്ത് നോക്കണ്ട ആവശ്യമില്ല, നല്ല മണല്ലേ. ഓ ഇത് വലിയ കേമത്തിലുള്ള നൈറ്റി ആണല്ലോ. അത് നല്ല ഭംഗി. അതിന്റെ ആ പൈപ്പിങ്ങിന്റെ കളർ ഉണ്ടല്ലോ, ഇറ്റ്സ് വെരി അട്രാക്റ്റീവ്. വേറെ ഒരെണ്ണം കൂടെ ഈ ഒപ്പം തയ്പ്പിച്ചതേ, മല്ലിക അതിന് ലേസാ വെച്ചേക്കണേ. കാരണം പുള്ളിക്കാരിയുടെ കയ്യിൽ അതിന് മാച്ചിങ് ഉള്ള പൈപ്പിംഗ് ഇല്ല, ലേസ് വെക്കട്ടെ എന്ന് ചോദിച്ചു വിളിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ലേസ് അങ്ങ് വെച്ചേക്കാൻ പറഞ്ഞു. ഇത് 2-3 മാസം കഴിയുമ്പോഴേ നരച്ചു കുറച്ച് പോകും. കോട്ടൺ അല്ലേ. കോട്ടൺ നൈറ്റിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. നമ്മള് തയ്പ്പിക്കുമ്പോ 2-3 മാസത്തേക്ക് നല്ല ഭംഗിയായിരിക്കും, പിന്നെ കളറൊക്കെ ചേഞ്ച് വന്ന് ഇങ്ങനെ ആയി പോകും. പിന്നെ വേറൊരു കുഴപ്പം എന്നാന്ന് വെച്ചാൽ കോട്ടൺ അല്ലാതെ ഒന്നും എനിക്ക് ഇടാൻ പറ്റൂല ചൂടുകൊണ്ട്. വേനക്കും അതെ വർഷക്കും അതെ ഞാൻ കോട്ടൺ ആട്ടോ യൂസ് ചെയ്യാറ്. ഇപ്പം അത് നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പം അതിന് അഭിപ്രായങ്ങൾ എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പം ഞാൻ ബിസിലിസി ഒന്നും ഇടാറില്ല, കാരണം ഈ മഴക്കാലത്ത് ഞാൻ ഇടാറില്ല, എനിക്ക് പറ്റൂല അത്. കോട്ടൺ കാര്യം നരച്ചു പോകുമെങ്കിൽ ഞാൻ കോട്ടൺ തന്നെ ഉപയോഗിക്കാറ്. വെട്ടുകാട്ടിൽ നിന്നാണ് സാധാരണ തുണി എടുക്കണേ. പിന്നെ ഞങ്ങളുടെ മുളന്തുരുത്തിലെ EV ജോസഫേട്ടൻ്റെ കടയിൽ നിന്ന് എടുക്കാറുണ്ട്. പിന്നെ മറ്റു കടകളിൽ നിന്ന് അങ്ങനെ എടുക്കാറില്ല കേട്ടോ. വെട്ടുകാട്ടിൽ ഈ സീസണിൽ ഇഷ്ടം പോലെ മെറ്റീരിയൽ വരും, അപ്പം അങ്ങനെ എടുക്കുന്നതാണ്. ഇത് മീറ്ററിന് 105 രൂപയൊക്കെ ഉള്ളൂ. പിന്നെ അമ്മ എത്ര മീറ്റർ തുണിയാ എടുക്കാറ് നൈറ്റി? 36 ഇഞ്ച് ആണെങ്കിൽ, 36 ഇഞ്ചിന്റെ തുണിയാണെങ്കിൽ എനിക്ക് 3.5 മീറ്റർ വേണം. കാരണം ഫ്രണ്ടിലും ബാക്കിലും നന്നായിട്ട് ചുരുക്ക് വെക്കും. ഫ്രണ്ടിലും വെക്കും ബാക്കിലും വെക്കും. പിന്നെ ഹൈറ്റ് ഉണ്ടല്ലോ അത് കാരണം. പിന്നെ 44 ഇഞ്ചാണെങ്കിൽ 3.25 എടുക്കണം. അത് അത്ര അല്ലെങ്കിൽ എനിക്ക് ലൂസ് ഇട്ട് ഇത്രയും ചുരുക്കിട്ട് പോക്കറ്റൊക്കെ വെച്ച് തയ്ക്കാൻ പറ്റൂല. അപ്പൊ ഞാൻ പുള്ളിക്കാരിയോട് ചോദിച്ചത് അളവെടുത്ത് തുണി എടുത്ത് കൊടുക്കണതാട്ടോ. അളവ് പറയും, അപ്പൊ അതനുസരിച്ചാ തുണി കൊടുക്കണേ. പിന്നെ ലൈനിങ്ങും അകത്തത് കഴുത്തിന്റെ ബാക്കിലും ഫ്രണ്ടിലും ഒക്കെ പുള്ളിക്കാരി തുണി വെച്ച് ലൈനിങ് അടിച്ച് തയ്ക്കും. പൈപ്പിങ്ങും പുള്ളിക്കാരിയെ വെക്കണേ. ലൈസും ഒക്കെ പുള്ളിക്കാരത്തിന്റെ റേറ്റിലാണ്, അല്ല കസ്റ്റഡിയിലുള്ളതാ വെക്കണേ. അപ്പം ഒരു റേറ്റ് അതനുസരിച്ച് അങ്ങ് പറയും. അതിൻ്റെ സ്റ്റിച്ചിങ് ചാർജ് അങ്ങനെ അങ്ങ് കൊടുക്കും. ഇപ്പം ലൈനിങ്ങിൻ്റെയും പൈപ്പിങ്ങിൻ്റെയും ഒക്കെ പൈസ ഉൾപ്പെടെയാണ് സ്റ്റിച്ചിങ് ചാർജ് ആയിട്ട് കൊടുക്കണത്. അപ്പം ഞാൻ ഈ മോഡൽ തയ്ക്കുന്നത്, എനിക്ക് പല മോഡലുകളിൽ നൈറ്റി ഇപ്പം ഉണ്ട്, കഫ്താൻ, ഇങ്ങനെ പല ഫ്രോക്ക് നൈറ്റി പലതും ഉണ്ടെങ്കിലും എനിക്ക് എപ്പോഴും കംഫർട്ടായിട്ട് തോന്നണത് ഈ മോഡലായതുകൊണ്ടാണ് ഞാനിത് തയ്പ്പിക്കുന്നത്. പഴയ മോഡലാണ്, അതിനിപ്പോൾ എനിക്ക് പ്രശ്നമില്ല, അതുകൊണ്ടാണ്. പിന്നെ ഒരിടയ്ക്ക് ഞാൻ A-ലൈൻ നൈറ്റി ഇടുമായിരുന്നു, ഈ ചൂടിൻ്റെ ഒരു ശമനത്തിന് വേണ്ടി. റെഡിമെയ്ഡ് ഓർക്കണില്ലേ ചുരുക്കില്ലാത്ത. ഇപ്പം ഞാനത് ഇടാറില്ല കേട്ടോ, ഇപ്പം ചുരുക്കുള്ളതിന്. കാരണം എന്താണെന്ന് വെച്ചാൽ അന്നൊക്കെ കുറച്ചുകൂടെ വണ്ണം ഉണ്ടായിരുന്നു. അപ്പം പിന്നെ A-ലൈൻ ഇട്ടാലും കുഴപ്പമില്ല. ഇപ്പോൾ വണ്ണം കുറഞ്ഞു ക്ഷീണിച്ച് ഒക്കെ ആയതുകൊണ്ട് ചുരുക്കില്ലാത്ത നൈറ്റി ഇട്ടാൽ തീരെ വടി പോലെ ഇരിക്കും. അതുകൊണ്ട് ഞാൻ ചുരുക്കമുള്ളത് തയ്പ്പിക്കും കേട്ടോ പതിവ്. ഈ ലൈനിങ് യോക്ക് പോർഷനിൽ മാത്രമല്ലേ ഉള്ളൂ? ഫ്രണ്ടിലും ബാക്കിലും യോക്കിന്റെ അവിടെ മാത്രം. അടിയിട്ട് ലൈനിങ് വേണ്ടല്ലോ, ഇത്രയും കട്ടിയുള്ള തുണിയല്ലേ ഇത്. അത് എന്തിനാ ലൈനിങ് വെക്കണേന്ന്, വൈറ്റ് തുണിയാ, എന്തിനാ വെക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ബലം കിട്ടും, ഒരു സ്റ്റിഫ്നെസ് കിട്ടും തുണി. പിന്നെ ബാക്കിലൊക്കെ ഒരു ബലം കിട്ടും. എന്നാന്ന് വെച്ചാൽ ഈ വലിഞ്ഞ് പെട്ടെന്ന് അങ്ങനെ പോവില്ല തുണി. അല്ലെങ്കിൽ പിന്നെ അതിലേക്ക് വേർപ്പടിഞ്ഞാൽ നൈറ്റിയുടെ ആ ഭാഗം മുഴുവൻ ഫെയ്ഡ് ആവും. അങ്ങനെ വരാതിരിക്കാനാണ് അത് പുള്ളിക്കാരത്തിൽ തന്നെ ഐഡിയ ചെയ്യണത് കേട്ടോ. ഞാൻ അവിടെ ഇങ്ങനെ തയ്പ്പിക്കാറ്. നല്ല കട്ടിയുള്ള കോട്ടൺ തുണിയാ. പിന്നെ നിലത്ത് മുട്ടണ വരെ അമ്മ നീളം വെക്കണ എന്തിനാന്ന് ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. അത് എനിക്ക് അതാ താല്പര്യം. കാണിക്കാം, എനിക്ക് അത്ര ഇറങ്ങി കിടക്കണം. ഇവിടം വരെ ഉള്ളൂ കേട്ടോ. പിന്നെ 2-3 അലക്ക് കഴിയുമ്പോ കുറച്ചൊക്കെ ചുരുങ്ങും. എനിക്ക് അത്ര ഇറക്കമുള്ളത് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ നമുക്ക് സ്വന്തമായിട്ട് കുറച്ച് ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ ഉണ്ടാവും. നമുക്ക് ചെയ്യാതെ പറ്റൂല. അത് നമുക്കല്ലേ, നമ്മുടെ ശരീരത്തിലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ കംഫർട്ടായിട്ട് നടക്കണം, അത്രേ ഉള്ളൂ. ഇപ്പൊ ഫാഷൻ ഇച്ചിരി കുറവാണെങ്കിലും ഈ മോഡൽ എനിക്ക് താല്പര്യം, അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇടുന്നു. അതിപ്പോ ഫാഷൻ ഓൾഡ് ആണെങ്കിലും ഒരു പർട്ടിക്കുലർ മോഡൽ നമുക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മൾ അത് തന്നെ യൂസ് ചെയ്യും. ഞാനും അങ്ങനെയാണ്. ചിലത് ഓൾഡ് ഫാഷൻ ആണെന്ന് തോന്നിയാലും എനിക്കത് ഇഷ്ടമാണെങ്കിൽ ഞാൻ അത് തന്നെ റിപ്പീറ്റ് പർച്ചേസ് ചെയ്യാറുണ്ട്. പിന്നെ ചെറുപ്പക്കാരെ എങ്ങനെ വേണമെങ്കിലും ആവട്ടെ, പ്രായമായവർക്കൊക്കെ ഒരു സമയമാകുമ്പോൾ അങ്ങനെയൊക്കെ നമ്മളങ്ങനെ ചെയ്യണത് അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ ഇഷ്ടങ്ങൾ. പിന്നെ ചിലരുടെ ഇഷ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ട്രെൻഡിങ് ആയിട്ടുള്ളത് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അത് ഓരോരുത്തരുടെ ഇഷ്ടം. എനിക്ക് അങ്ങനെ ഇല്ല കേട്ടോ. എനിക്കിപ്പോ കുറച്ച് ഓൾഡ് ടൈപ്പ് ആണെങ്കിലും അതിൽ ഞാൻ ഓക്കെ ആൻഡ് കോൺഫിഡന്റ് ആണെങ്കിൽ ഞാൻ അത് മാത്രമേ റിപ്പീറ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യുള്ളൂ. കോട്ടൺ ഇട്ടാൽ നല്ല സുഖമുണ്ട് ബോഡിക്ക്, അതുകൊണ്ട് ഞാൻ ഈ കോട്ടൺ യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ. ഗരം മസാല ഉണ്ടാക്കാനായിട്ട് ഇവള് ഈസ്റ്ററിന് മുമ്പ് വാങ്ങിച്ചുകൊണ്ട് വന്ന പാക്കറ്റാ. ഈസ്റ്ററിന് ഉണ്ടാക്കാന്നൊക്കെ കരുതിയിരുന്നു. പക്ഷെ ഈസ്റ്ററിനൊക്കെ പല പല സംഗതികളുടെ തിരക്ക് കാരണം അത് സാധിച്ചില്ല. ഈസ്റ്റർ കഴിഞ്ഞിട്ട് ഇന്ന്
ഒരാഴ്ചയായി. ശനിയാഴ്ചയാണ് ഇന്നത്തെ ഡേറ്റ്, 11 ശനി കേട്ടോ. 11 ശനിയാണ്. നാളെ പുതുഞായറാഴ്ചയാണ്, മലയാറ്റൂർ പള്ളിയിലെ പെരുന്നാൾ. അതെ, നാളെയാണ് പുതുഞായറാഴ്ച, അറിയാലോ. അപ്പൊ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് ഇത് പൊടിക്കാനുള്ള പരിപാടി ചെയ്യാം. ഇത് കട്ട് ചെയ്തേച്ച് ഒരു എന്തോരം സാധനങ്ങളാ നോക്കി. എല്ലാം ഉണ്ട്, എല്ലാം മിക്സ് ചെയ്താ വെച്ചേക്കണത്. കൊറിയാണ്ടർ സീഡ്സ് ആയത്, പെരിഞ്ചീരകം, പിന്നെ ഇപ്പുറത്തുള്ള സ്പൈസസ് എല്ലാം ഉണ്ട്. പറഞ്ഞേരെ, ക്ലോവ്സ്, പിന്നെ ഗ്രാമ്പൂ ഇതിലിടുമ്പോ പറയാം. മറ്റേ ഏലക്കായ. വില നോക്കട്ടെ, വില പറഞ്ഞു 88 രൂപ ഈ ഒരു പാക്കറ്റിന്. സ്പൈസസിന്റെ ആ ഒരു ക്വാളിറ്റി അനുസരിച്ച് വില കൂടുകയും കുറയുകയും ചെയ്തേക്കാം. നമ്മള് സാധാരണ ഗരം മസാല മേടിക്കാറോ പതിവ്. ആദ്യമായിട്ടാണ് നമ്മള് പൊടിക്കാൻ പോണത്. വലിയ ടാസ്ക് ഇല്ലാത്തോണ്ടാ പിന്നെ ഞാനത് മേടിച്ചത്. മനസ്സിലായി. നമുക്ക് അധികം ബുദ്ധിമുട്ടില്ല അതിനകത്ത്. ഇല്ല, ഈസ്റ്ററൊക്കെ കഴിഞ്ഞ ചെറിയൊരു ആലസ്യത്തിലാണ്. അതെ, ഷൂട്ടൊന്നും തുടങ്ങിയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഷൂട്ടൊന്നും തുടങ്ങിയിട്ടില്ല. അതെങ്ങനെയാ എഡിറ്റിങ്ങും ഷൂട്ട് മാത്രമല്ല, അതിന്റെ പിന്നിലുള്ള പണി എന്തായിരുന്നു? അതെ, അത് എല്ലാം ഒരുവിധം തീർന്നു. അല്ലെങ്കിൽ എല്ലാ ഒക്കേഷൻ വരുമ്പോ പൊതുവെ എല്ലാരും തന്നെ റെസ്റ്റ് ചെയ്യാറാ പതിവ്. പക്ഷെ ഏറ്റവും കൂടുതൽ ഒക്കേഷണലി പണിയെടുക്കുന്നത് നമുക്ക് പണിയെടുക്കേണ്ടി വരാറുണ്ട്. യൂട്യൂബേഴ്സിന് നന്നായിട്ട് വർക്ക് ഉണ്ടാവും. റെഗുലർ യൂട്യൂബേഴ്സ് എന്ന് പറയാൻ പാടില്ല, റെഗുലർ ആയിട്ട് വീഡിയോ ഇടുന്ന എല്ലാ ചാനലുകാർക്കും നല്ല വർക്ക് ഉണ്ടാവും. കാരണം ഇത് വീഡിയോ എടുക്കുകയും ചെയ്യണം, അതുപോലെ തന്നെ സമയോചിതമായിട്ട് പെസകാപ്പാല്, പെസകാപ്പം, ഈസ്റ്ററിന്റെ ഐറ്റംസ്, രാവിലത്തെ ഉച്ചത്തെ എല്ലാം വീഡിയോ എടുക്കണം. അതുപോലെ തന്നെ അന്നേ ദിവസം മാക്സിമം ചെയ്യാൻ പറ്റുന്നത് പെസകാപ്പം പാലും ഒക്കെ അന്ന് തന്നെ നമ്മൾ കാണിക്കണ്ടേ. കാര്യമില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സംഗതികൾ ഉള്ളത് കൊണ്ട് എഡിറ്റിങ്ങും ഇതും നല്ല ടാസ്ക് ആയിരുന്നു. ഇവിടെ ഇങ്ങനെയുള്ള സമയം വരുമ്പോ ഇവക്ക് നല്ല തിരക്കുണ്ട്. ഇതാദ്യം ചൂടാക്കിയിട്ട് പോരാ. അതെ, അതിനെ ഞാൻ പറയണേ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പൊട്ടിച്ച് വെച്ചില്ലെങ്കിൽ ചൂടാക്കാൻ അതിലേക്ക് അന്നേരം ഇടാൻ പറ്റൂല. മറ്റേ ചൂടായി കിടക്കും. അപ്പൊ പതുക്കെ പൊട്ടിച്ച് ഇതിലേക്ക് വെച്ചതാണ്. ഒരുമിച്ച് ഇടണ്ടേ? ഒരുമിച്ച് തന്നെയാണെങ്കിലും പറ്റില്ല, നൈസല്ലേ. ഇത് ചൂടാക്കണതിന് മുമ്പ് വേറൊരു പണി ചെയ്യാനുണ്ട് ഇതില്. മുഴുവത്തോടെ അങ്ങനെ കിടന്നാൽ ഇളക്കാൻ ഒക്കെ ബുദ്ധിമുട്ടാണ്. ഞാൻ ചെറിയ ചീനിച്ചട്ടി എടുത്തത്, അത് ഒരേ ചീനിച്ചട്ടിയിൽ ഓരോ സംഭവങ്ങൾ ഇരിക്കും, അതുകൊണ്ടാട്ടോ. അല്ലെങ്കിൽ പിന്നെ മറ്റേത് എടുക്കാമായിരുന്നു, ഹാർഡ് അനോഡൈസ്ഡ്. അത് വേണ്ടല്ലോ എന്ന് നോക്കാം. കടായി അത് കഴുകി ഉണക്കി വെച്ചേക്കുമോ. ഇത് ജസ്റ്റ് ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഈ നൈസായിട്ടുള്ള സംഭവങ്ങളും ചേർക്കാം കേട്ടോ. ഇപ്പം ജസ്റ്റ് ഒന്ന് ചൂടാവട്ടെ കേട്ടോ. ജസ്റ്റ് ചൂടായി കഴിയുമ്പോൾ നൈസായിട്ടുള്ള സംഭവങ്ങൾ ഇത് പൊട്ടിച്ച് അതിലേക്ക് ചേർക്കാം. പൊട്ടിച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ പതുക്കെ ഒന്ന് ചൂടാറി കഴിഞ്ഞിട്ട് നമുക്ക് പൊടിക്കാൻ പറ്റുള്ളൂ. ചൂടോടുകൂടി മിക്സിയിൽ ഇടാൻ പറ്റുമല്ലോ എന്തായാലും. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ ആദ്യമായിട്ടാണ് പറഞ്ഞ പോലെ ഗരം മസാല വീട്ടിൽ പൊടിച്ചെടുക്കണത് കേട്ടോ. മിക്കവാറും വീടുകളിലൊക്കെ സ്വന്തമായിട്ട് ഇത് പൊടിച്ചെടുക്കുക പതിവ്. അപ്പം ഇങ്ങനെ ഐറ്റംസ് മേടിച്ച് വെച്ച് ചൂടാക്കി അങ്ങ് പൊടിച്ചാൽ മതിയല്ലോ ഫ്രഷായിട്ട്. പിന്നെ അതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ടിന്നിൽ ഏതിലെങ്കിലും അടച്ചു വെച്ചാൽ അവിടെ ഇരുന്നോളും, ഒരു വിഷയവും ഇല്ല. ഇത് ജാതി പത്രിയുടെ ഇതുണ്ട്, ജാതിക്കായില്ല ഇതിലല്ലേ. സിമ്മായിട്ട് വേണമെങ്കിൽ വെച്ചോ, കാരണം അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോയാലോ. ചിലതൊക്കെ നൈസായിട്ടുള്ള ഉണ്ടെങ്കിൽ നമ്മൾ ഇനി ഇത് ഇടാം. ഇതിലുള്ളത് പെരിഞ്ചീരകവും മല്ലിയ. കരിഞ്ഞു കഴിഞ്ഞാൽ രുചി തന്നെ മാറിപ്പോവും, പിന്നെ വെറുതെ ആയിപ്പോവും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ഏറ്റവും ഇതിൽ ഫ്ലെയിം കുറച്ചാൽ വെച്ചേക്കണം. അതിൽ കറുവപ്പട്ടയ്ക്ക് മാത്രം വെച്ചിട്ട് ചൂടുള്ളതായിട്ട് കടുപ്പോ ആയിട്ടുള്ളതുള്ളൂ, ബാക്കിയെല്ലാം നൈസാ. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി, കാരണം മറ്റേയൊക്കെ നൈസല്ലേ. ഏറ്റവും അവസാനം ഇല ഇടാവുള്ളൂ, കറുകാപ്പട്ടയുടെ ഇല. ഇതുവരെ നമ്മളിത് ചെയ്തിട്ടില്ല. ഇങ്ങനെ സ്ഥിരമായിട്ട് ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ടാവും കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഷെയർ ചെയ്യണം കേട്ടോ. മതി, ചൂടായി. ഇതെങ്ങനെ കീറിയിടാം നമുക്ക്. അതെങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഞാൻ എൻ്റെ തനതായ രീതിയിൽ അങ്ങ് ചെയ്തെന്നേ ഗ്രാമത്തിൻ്റെതായ തനതായ രീതിയിൽ നമ്മളത് കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. കത്രിക കൊണ്ട് കട്ട് ചെയ്തിടണമെങ്കിൽ ഇടാം, കത്തി കൊണ്ട് ഇടണമെങ്കിൽ ഇടാം. ഇനി മതി. ഇത് ചെയ്യണം ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റാം. ചൂടാറി കഴിയുമ്പോൾ പൊടിക്കാം. ചെറിയ ചൂടിൽ പൊടിക്കാം, തീരെ നൈസാവണമെന്നില്ല കേട്ടോ. അല്ല തീരെ
തണുത്ത് പോകണമെന്നില്ല. തീരെ തണുത്ത് പോയാൽ ചിലപ്പോൾ പൊടിഞ്ഞ് കിട്ടൂല. അതാ കടുപ്പമുള്ള സംഗതികളില്ല. കറുവപ്പട്ടയ്ക്ക് ഏറ്റവും കടുപ്പമുള്ളത് ഇതിലുള്ളതില്ല. തക്കോലം ഉണ്ടായിരുന്നു, ഒരു തക്കോലം ഉണ്ടായിരുന്നുള്ളത് ഞാൻ അങ്ങ് ഒടിച്ചിട്ടിട്ടുണ്ട് അതിലേക്ക്. നല്ല മണം അല്ലേ, നല്ല മണം. നമ്മളെപ്പോഴും പോണവർക്കറിയാം, നമ്മൾ എറണാകുളത്ത് ബ്രോഡ്വേയിലേക്ക് കയറി കഴിഞ്ഞാൽ അകത്തോടെ നടന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സ്പൈസസിന്റെ ഷോപ്പുകളില്ലേ വഴിയോരത്ത് ഇങ്ങനെ ഇരിക്കണേ, അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ എന്തൊരു സ്മെല്ലാ അല്ലേ, ഭയങ്കര സ്മെല്ലാ. പിന്നെ ഈ വൈകുന്നേരം ഒരു 6 മണി കഴിഞ്ഞ് അതിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ ആ സൈക്കിൾ എംപോറിയത്തിന്റെ അതിലെ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ അവിടെ ഈ കുന്തിരിക്കല്ല, എന്തോ ഒരു സംഭവം പോയ്ക്കണേന്റെ കർപ്പൂരാണോ എനിക്കറിയില്ല, എന്തോ ഒരു പോയ്ക്കണേന്റെ ഭയങ്കര മണമുണ്ട്, പുകമണം. അതെനിക്ക് അങ്ങനെ കൊതുകൊക്കെ വരാതിരിക്കാനാന്ന് തോന്നുന്നു. അവിടെ എപ്പോഴും ഉണ്ട് ആ സ്പൈസസിന്റെ അങ്ങോട്ട് ചെന്നാ എന്തൊരു മണാന്ന് വെച്ചല്ലേ. എല്ലാ സംഗതികളും അവിടെ ഉണ്ടല്ലോ, കിട്ടൂലോ, തൂക്കിയെടുക്കാലോ. അത് എല്ലാം ആൾക്കാർക്കും അറിയാം, ഈ ഏരിയയിലുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും. ഞാൻ പറഞ്ഞതാ അങ്ങനെ, അത് നമുക്ക് ആസ്വദിക്കാൻ നല്ലൊരു ഇതാണ് സ്പൈസസിന്റെ മണം. അപ്പൊ നമുക്കിത് പൊടിക്കാൻ തുടങ്ങാം. കൊച്ചു ബൗൾ എടുത്താലേ ബൗളിൽ ഉൾക്കൊള്ളാവുന്ന കൂടുതൽ ഇച്ചിരി ഉണ്ട്. ഞാൻ എന്നാ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ കറുവപ്പട്ട ഇച്ചിരി കടുപ്പമുള്ളതല്ലേ, അത് ആദ്യം ഒന്ന് ക്രഷ് ചെയ്യുക. ക്രഷ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള അതായിരിക്കും നല്ലത്. അതാണ് നല്ലത്. അല്ലെങ്കിൽ ഒരുമിച്ച് അത് ചിലപ്പോൾ എല്ലാം ഇതായി പോകും, ചിലതൊക്കെ തീരെ നൈസായി പോകും. എനിക്ക് ഇച്ചിരി നൈസായി പൊടി ഇരിക്കുന്നതാട്ടോ ഇഷ്ടം. ഗരം മസാലയുടെ ഇങ്ങനെ എന്നാ അതിന് പറഞ്ഞ ഈ ഇച്ചിരി തരിങ്ങ് പോലെ ഇരിക്കണ എനിക്ക് അത്ര ഇഷ്ടമല്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് നൈസായിട്ട് പൊടിക്കാന്നാണെങ്കിൽ പൊടിയലിൻ്റെ അനുസരിച്ചിരിക്കും കേട്ടോ. എങ്ങനെയാന്ന് എനിക്ക് താല്പര്യം പൊടിയായിട്ടിരിക്കണതാ, നൈസായിട്ടുള്ള പൊടി, അപ്പത്തിൻ്റെ പൊടി പോലെ. പുട്ടിപ്പൊടി അതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ പുട്ടുപൊടി പോലെ തരിങ്ങുള്ളത് എനിക്ക് താല്പര്യമില്ല, അപ്പത്തിൻ്റെ പൊടി പോലെ നൈസായിട്ടുള്ളത് എനിക്ക് ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞ എൻ്റെ രീതി കേട്ടോ, അത് തന്നെ. ഓരോരോ നേരം പോക്കുകളൊക്കെ നിങ്ങളോട് പറയണ്ടേ. എല്ലാവരുടെയും ഈസ്റ്ററൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഇതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ വിഷുവിൻ്റെ ഒരുക്കായിരിക്കും. അപ്പം ഇത് ആദ്യം ഒന്ന് ക്രഷ് ചെയ്യട്ടെ കേട്ടോ, എന്നിട്ട് മറ്റേത് ചേർക്കാവേ. ഇത്രയും പൊടിഞ്ഞോ, ഇനി നമുക്കിത് അതിനകത്തേക്ക് ചേർക്കാം. നല്ല ഡ്രൈ ആട്ടോ, അറിയാലോ, ഡ്രൈ ആയിട്ടിരിക്കണം, വെള്ളം കേക്ക് പോലെ. ഇനി പൊടിച്ചോണ്ട് വരാം. പൊടിച്ചിട്ട് നമുക്ക് ഒരുപാട് നൈസായാലും കുഞ്ഞു ബൗളിൽ ഒന്നോടെ പൊടിക്കാം. അപ്പം ഞാൻ കരുതി നൈസായിട്ട് പൊടിക്കണമെങ്കിൽ ചിലപ്പോൾ മറ്റേ ഇതിലും കൂടെ മറ്റേ ബൗളിലും കൂടെ പൊടിക്കണമെന്നാ. പക്ഷെ അതിൽ പൊടിക്കേണ്ടി വന്നില്ല, നല്ല നൈസായിട്ട് പൊടിഞ്ഞിട്ട്. ഇത് 88 അല്ലേ റുപ്പീസാ പാക്കറ്റ്. ഇതേ ഒന്ന് മണത്ത് നോക്കിക്കേ. മണത്ത് നോക്കണ്ട ആവശ്യമില്ല, മൂക്കിലേക്ക് നല്ലതായിട്ട് അങ്ങ് അപ്പേനെ ഒന്ന് മണപ്പിക്കാം. നല്ല മണം. അപ്പൊ ഉണമുറിയിലുണ്ട്. അപ്പയ്ക്ക് ഈ മണമൊക്കെ വലിയ ഇഷ്ടം അല്ല, ഭയങ്കര താല്പര്യ. എന്നെ പോലെ തന്നെയാ. അതെ, അങ്ങനെയാണ്. അപ്പനെ പോലെ ഞാനും എന്ന് പറയണതായിരിക്കും ശരി, കാരണം അപ്പയാണല്ലോ ആദ്യം ഉണ്ടായത്. സ്പൈസസ് നല്ല മണല്ലേ. ഇവള് ലുലുന്നാണോ? പലയിടത്തും കിട്ടും. അത് ഗരം പൊടിച്ചതാ, ഗരം മസാല എടുത്തു വെക്കാനേ. ഇനി നമുക്കൊരു ഉണങ്ങിയ കുപ്പിയിലേക്ക് ആക്കാം. ഞാൻ കുപ്പി എടുക്കട്ടെ കേട്ടോ, താഴെയുണ്ട്. പടം എടുക്കണമെങ്കിൽ എടുത്തോ, മൂടി വെക്കാം. എന്നാന്നോ പൊടി പറക്കൂല. ഇത് നമുക്ക് ഇട്ട് വെക്കാം. ഇത് നമുക്ക് ഗരം മസാല ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാലോ എന്തിനൊക്കെയാന്ന്. അതിനൊക്കെ നമുക്ക് ആവശ്യത്തിന് സ്പൈസി കൂടുതലോ വേണമെന്നുള്ളവർക്ക് അതനുസരിച്ച് ചെയ്യാൻ. ഞങ്ങൾ അധികം സ്പൈസി ആക്കാറില്ലെന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പം അതനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് എനിക്ക് അങ്ങനെ കുറച്ചിട്ടാ മതിയാവൂല്ലേ? ഇത് കുറച്ച് മതി, ഒറിജിനൽ സാധനല്ലേ. നല്ല മണം, നല്ല മണമുണ്ട്. നല്ല ഏതായാലും നല്ല സാധനം. ഞങ്ങൾ ആദ്യമായിട്ട് ഇത് ചെയ്യണതുവാ, പൊടിച്ചെടുക്കണത്. നീ കറിയിൽ ഉപയോഗിച്ച് നോക്കണം, മറ്റത് ഇതും തമ്മിലുള്ള വ്യത്യാസം. അങ്ങനെ ഇത് ശരിക്കില്ലേ ഡ്രൈ ആക്കിയത് കൊണ്ട് ഫ്രിഡ്ജിൽ വെക്കണമെന്നില്ല. പക്ഷെ ഞാൻ ഫ്രിഡ്ജിന്റെ സൈഡിൽ ഇത് വെക്കുവാണെങ്കിൽ ഇപ്പൊ ഇത്രയല്ലേ ഉള്ളൂ, വെക്കണമെന്നൊന്നുമില്ല. എന്നാലും നമുക്ക് അങ്ങ് വെച്ചേക്കാം. പിന്നെ നിങ്ങളൊക്കെ എങ്ങനെയാ ചെയ്യണേന്നൊന്ന് ഷെയർ ചെയ്യൂ കേട്ടോ. ഗരം മസാലയൊക്കെ എടുത്ത് ഇങ്ങനെ പൊടിച്ച് വെക്കണവര് നിങ്ങൾ ഉണങ്ങിയ കുപ്പികളിലാക്കി ഇപ്പോഴത്തെ ഷെൽഫുകളിൽ വെക്കുവാണോ അതേ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണുണ്ടോ എന്ന് നിങ്ങൾ കമന്റുകളിലൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ. അത് ഞാൻ പറഞ്ഞില്ലേ, ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ചോദിച്ചതാ കേട്ടോ. നമുക്ക് ഏതായാലും സൈഡിൽ കുപ്പി വെക്കുന്നിടത്ത് വെക്കാം തൽക്കാലം.